നമസ്കാരം. മാർച്ച് മാസത്തിലെ അവസാനത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് നാം ഏവരും. ജ്യോതിഷപരമായി ഈ ആഴ്ചയ്ക്ക് വളരെയേറെ വിശേഷപ്പെട്ടതായ ചില കാര്യങ്ങൾ തന്നെയുണ്ട്. നിരവധി ശുഭകരമായ ദിവസങ്ങൾ വന്നു ചേരുന്നു. എന്നാൽ ഗ്രഹനില പ്രകാരം നോക്കുകയാണ് എങ്കിൽ ഈ ആഴ്ച ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും തേടിയെത്തുന്നു എന്നാണ് പറയുന്നത്. ഈ നാളുകാർക്ക് ഭാഗ്യത്തിന്റെ പൂർണ്ണമായ പിന്തുണ ജീവിതത്തിലേക്ക് കടന്നു വരും. നിരവധിയാർന്ന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. എല്ലാ വെല്ലുവിളികളെയും ജീവിതത്തിൽ നേരിടുവാൻ സാധിക്കുന്നതായ സമയം. വരുന്ന 7 ദിവസങ്ങൾ, 7 നാളുകൾ ഭാഗ്യം കനിഞ്ഞനുഗ്രഹിക്കുന്ന നക്ഷത്രക്കാർ, ശുക്രദശയ്ക്ക് സമാനമായ നേട്ടങ്ങൾ സ്വന്തമാക്കുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ രാശിയായി പരാമർശിക്കുന്നത് മേടക്കൂറാകുന്നു. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മേടക്കൂറുകാർക്ക് മാർച്ച് മാസം അവസാനം വരെ ശുഭകരമായ ദിവസങ്ങളാണ് വന്നു ചേരുക. ഐശ്വര്യവും ഭാഗ്യവും കടന്നു വരും. ഈ സമയം നിങ്ങൾ നടത്തിയ പല പരിശ്രമങ്ങളും അത് വിജയങ്ങൾ കാണുന്നതാകുന്നു. ശുഭഫലങ്ങൾ നൽകുന്ന കാര്യങ്ങൾ സംഭവിക്കും. കൂടാതെ ഈ സമയം ബന്ധുക്കളുമായുള്ള തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കൾ, മറ്റു വ്യക്തികളുമായുള്ള തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശുഭകരമായ നിമിഷങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കരിയറുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ചില പുതിയ പുരോഗതികൾ വന്നു ചേരാം. പുതിയ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ജോലിസ്ഥലവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രശംസിക്കപ്പെടുന്നതായ കാര്യങ്ങൾ കടന്നു വരും. നിങ്ങളുടെ കഠിനാധ്വാനം അത് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് നൽകുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഏതൊരു വ്യക്തിയുടെയും വിജയം എന്ന് പറയുന്നത് ശരിയായ സമയത്ത് പ്രവർത്തിക്കുക, വിവേകത്തോടെ പ്രവർത്തിക്കുക എന്ന കാര്യമാണ്. ഈ സമയം നിങ്ങൾക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നു എന്നതും പ്രത്യേകതയായി തന്നെ പറയാം. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യാത്രകൾ വന്നു ചേരാം. അത് ശുഭകരമായി തന്നെ വന്ന് ഭവിക്കാവുന്നതാണ്. ഈ സമയം പല വ്യക്തികളുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കാം. വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും മറ്റു പല വ്യക്തികളുടെയും സഹായം, പിന്തുണ ലഭിക്കുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രമിച്ചാൽ നടക്കും. കോടതി സംബന്ധമായ കാര്യങ്ങളിൽ ആശ്വാസം ലഭിക്കുവാൻ സാധ്യത കൂടുതലാണ്. വ്യവഹാരങ്ങൾ അനുകൂലമായി തീരാം. പ്രണയ ജീവിതം നിങ്ങൾക്ക് മനോഹരമായി തീരുന്ന അവസരം തന്നെയാണ് ഇത്. കൂടാതെ ഈ സമയം അവിവാഹിതരായ വ്യക്തികളുടെ ജീവിതത്തിലേക്ക് പുതിയ ഒരാൾ കടന്നു വരാൻ സാധ്യത കൂടുതലാകുന്നു. ദാമ്പത്യ ജീവിതവും കൂടുതൽ ഊഷ്മളകരമായി മാറും എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ഇടവക്കൂറാകുന്നു. ഇടവക്കൂറുകാർക്ക് ഈ സമയം അനുകൂലമാണ് സമയം. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ വന്നു ഭവിക്കും. ആസൂത്രണം ചെയ്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയത്ത് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ബിസിനസ് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകും. പുരോഗതി നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ തന്നെ ലഭിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പുതിയ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് പരിചയങ്ങൾ വരാം. കൂടാതെ ഇവരുമായി ബന്ധപ്പെട്ടും അല്ലാതെയും പ്രത്യേക വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. തൊഴിൽ, ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമായി തീരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ശുഭകരവും ഫലപ്രദവുമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സമയം വരുമാന സ്രോതസ്സുകൾ കൈവരിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തിരികെ പണം, അതായത് കടം നൽകിയ പണം പോലും തിരികെ ലഭിക്കുവാൻ സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നതായ അവസരമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ഭാഗ്യം, ഈ 7 ദിവസങ്ങളിൽ ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമായി തീരും. ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ഈ സമയം ജോലി സ്ഥലത്ത് അന്തരീക്ഷം അനുകൂലമായി തീരും. വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. ഈ സമയം കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട്
യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് കൈവരുന്നതാകുന്നു. ഏതെങ്കിലും പരീക്ഷ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തയ്യാറെടുപ്പുകൾ നിങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ ശുഭകരമാണ് സമയം. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പരസ്പര വിശ്വാസം, അടുപ്പം എന്നിവ ദമ്പതികൾക്കിടയിലും പങ്കാളികൾക്കിടയിലും വർദ്ധിക്കുന്നതായ സമയമാകുന്നു. ദാമ്പത്യ ബന്ധത്തിൽ തർക്കങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. സുഹൃത്തുക്കൾ, നിങ്ങളുടെ പരിചയക്കാർ അത്തരത്തിലുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ശുഭകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്ന കാര്യവും ഓർത്തിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് തുലാക്കൂറാണ്. തുലാക്കൂറുകാർക്ക് ഈ സമയം വരുന്ന 7 ദിവസം ശക്തി, ബുദ്ധി, ധൈര്യം എന്നിവ വർദ്ധിക്കുന്ന അഥവാ ജീവിതത്തിൽ വളരെയധികം ബലം നൽകുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ഈ സമയം വളരെയധികം സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അത് സാക്ഷാത്കരിക്കുവാൻ സാധിക്കും. കൂടാതെ സന്തോഷം, ഭാഗ്യം എന്നിവ ജീവിതത്തിൽ വർദ്ധിക്കുന്ന സമയമായതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും. വളരെ കാലമായി അലട്ടുന്ന പ്രശ്നങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. സമ്പാദ്യങ്ങളുടെയും നിക്ഷേപങ്ങളുടെയും നേട്ടങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത്. തൊഴിൽ ചെയ്യുന്നവർക്ക് അധിക വരുമാന സ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരാം. എന്നാൽ ചെലവ് വർദ്ധിക്കുവാൻ സാധ്യത കൂടുതലാണ്. ആ കാര്യം ശ്രദ്ധിക്കുക. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നും ഉയർന്ന ഉദ്യോഗസ്ഥരിൽ നിന്നും പിന്തുണ, സഹായം എന്നിവ ലഭിക്കുന്നതുമാണ്. കൂടാതെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ബിസിനസ് നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. പല പദ്ധതികളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. പരീക്ഷകളും മത്സരങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും. കഠിനാധ്വാനത്തിന്റെ പൂർണ്ണമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. അതിനാൽ തന്നെ ഈ സമയം നിങ്ങൾക്ക് സർക്കാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ ലഭിക്കാം. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കും. അത് കുടുംബകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. സ്നേഹബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് പരസ്പര വിശ്വാസം, അടുപ്പം വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഇത്. ഈ സമയം ദാമ്പത്യ ജീവിതത്തിൽ പിണക്കങ്ങൾ മറന്ന് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ പരിഹരിച്ച് സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് മകരക്കൂറാണ്. മകരക്കൂറുകാർക്ക് ഈ സമയം ഭാഗ്യത്തിന്റെ പിന്തുണ പൂർണ്ണമായും ലഭിക്കുന്നതായ സമയമാണ്. ഈ സമയം ഈ 7 ദിവസം നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ നിങ്ങൾ ആഗ്രഹിച്ചതായ വിജയം ലഭിക്കുന്നതാകുന്നു. ഈ സമയം നിങ്ങൾക്ക് ദീർഘനാളായി നിലനിന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. സുഹൃത്തുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണമായ പിന്തുണ ലഭിക്കും. അധികാരവും ഭരണവും അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കൂടാതെ ഈ സമയം കോടതിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസുകൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമാകുവാൻ സാധ്യത അല്പം കൂടുതലാണ്. ഈ സമയം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ലാഭം നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കും അനുകൂലം തന്നെയാണ് സമയം. കൂടാതെ ഈ സമയം ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സഹകരണം, പിന്തുണ എന്നിവ നിങ്ങൾക്ക് ലഭിക്കും. ബന്ധുക്കളുടെ കാര്യത്തിൽ ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഓർക്കുക. ഈ സമയം പ്രണയബന്ധത്തിൽ തീവ്രത വർദ്ധിക്കുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ വ്യക്തികളുമായി അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ അങ്ങനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമായി വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. യാത്രകൾക്ക് സാധ്യത കൂടുതലാണ്. ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. ചില യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. അപ്രതീക്ഷിതമായ ചില സന്തോഷ നിമിഷങ്ങളോ അല്ലെങ്കിൽ വളരെയധികം സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങളോ വന്ന് ചേരാവുന്നതാണ്. ഈ സമയം ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക.